നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസ് അതീവ ജാഗ്രതയോടെ പെട്രോളിംഗ് ദൗത്യം നടത്തിയതായി റിപ്പോർട്ടുകൾ. വ്യോമയാന നിരീക്ഷണ പ്ലാറ്റ്ഫോമായ ജിയോ ഇൻസൈറ്റ് പങ്കുവച്ച ഫ്ലൈറ്റ് ട്രാക്കിംഗ് ചിത്രങ്ങളിലാണ് തേജസിന്റെ അതിർത്തിയിലെ ദൗത്യം വ്യക്തമായിരിക്കുന്നത്. എന്നാൽ പറന്നതിന്റെ രഹസ്യ സ്വഭാവമാണ് ചർച്ചയാകുന്നത്. രാജ്യാന്തര അതിർത്തിയോട് ചേർന്നുള്ള വ്യോമ അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 25,050 അടി ഉയരത്തിലായിരുന്നു വിമാനത്തിന്റെ പറക്കൽ. മണിക്കൂറിൽ 496 നോട്ട്സ് ഗ്രൗണ്ട് സ്പീഡ് നിലനിർത്തിയായിരുന്നു ഈ പെട്രോളിംഗ്. പൊതു ഫ്ലൈറ്റ് ട്രാക്കിംഗ് ആപ്പുകളിൽ സാധാരണയായി വിമാനങ്ങളെ തിരിച്ചറിയാനും സഹായിക്കുന്ന കോൾ സൈൻ ഈ വിമാനത്തിന് രേഖപ്പെടുത്തിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഈ നീക്കങ്ങളിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സുരക്ഷയ്ക്കും രഹസ്യ സ്വഭാവത്തിനും മുൻഗണന നൽകുന്ന സൈനിക ദൗത്യങ്ങളിൽ ഇത്തരം വിവരങ്ങൾ മറച്ചുവെക്കാറുണ്ട്. വ്യോമ പ്രതിരോധ ദൗത്യങ്ങൾ, അടിയന്തര പരിശീലനങ്ങൾ, തന്ത്രപ്രധാനമായ പെട്രോളിംഗ് എന്നിവ നടത്തുമ്പോൾ വിവരങ്ങൾ ചോരാതിരിക്കാൻ ADS-B ട്രാൻസ്പോണ്ടർ വിവരങ്ങൾ എന്നിവ സൈനിക വിമാനങ്ങൾ പരിമിതപ്പെടുത്താറുണ്ടെന്നാണ് വിശദീകരണം. ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയിലെ ഏറ്റവും വിശ്വസ്തനായ കാവൽക്കാരനായി തേജസ് അതിവേഗം മാറിക്കഴിഞ്ഞു. ലക്ഷ്യങ്ങൾ കാഴ്ചയ്ക്കപ്പുറമായാലും കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ സാങ്കേതികവിദ്യ, അത്യാധുനിക സെൻസറുകൾ എന്നിവയാണ് ഈ വിമാനത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒറ്റ എഞ്ചിനുള്ള ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനമാണ് തേജസ്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസും എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും സംയുക്തമായിട്ടാണ് വ്യോമസേനയ്ക്ക് വേണ്ടി തേജസ് വിമാനം വികസിപ്പിച്ചത്. 2003 ആദ്യ തേജസ് വിമാനം പറന്നുയർന്നത്. ഇതേ വർഷമാണ് വിമാനത്തിന് തേജസ് എന്ന പേര് നൽകുന്നത്. അലൂമിനിയം, ലിഥിയം ലോഹസങ്കരങ്ങൾക്കും ടൈറ്റാനിയം ലോഹസങ്കരങ്ങൾക്കുമൊപ്പം അത്യാധുനിക കാർബൺ ഫൈബർ കോമ്പോസിറ്റ് മെറ്റീരിയലുകളും ഉപയോഗിച്ചാണ് തേജസിന്റെ നിർമ്മാണം. വിമാനത്തിന്റെ ആകെ ഭാരത്തിന്റെ 45% ഇവയുടേതാണ്. ചെറുതും ഭാരം കുറഞ്ഞതുമായ സൂപ്പർസോണിക് യുദ്ധവിമാനം എന്ന നിലയിൽ തേജസ് വിമാനങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധേയമാണ്. തദ്ദേശീയമായിട്ടാണ് വികസിപ്പിച്ചതെങ്കിലും തേജസ് വിമാനങ്ങളുടെ എഞ്ചിനുകൾ വിദേശ നിർമ്മിതമാണ്. പ്രധാനമായി 3 തരം തേജസ് വിമാനങ്ങളാണുള്ളത്. LCA തേജസ് മാർക്ക് 1 എന്ന യുദ്ധവിമാനമാണ് നിലവിൽ വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ളത്. ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്നതും 2 പേർക്ക് പോകാവുന്നതുമായ 2 തരം മാർക്ക് 1 തേജസ് യുദ്ധവിമാനങ്ങളാണുള്ളത്. തേജസ് മാർക്ക് 1 യുദ്ധവിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് LCA തേജസ് മാർക്ക് 1A. റഡാർ സംവിധാനങ്ങൾ, ശത്രുക്കളുടെ റഡാറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ, ആയുധശേഷി എന്നിവയിലെല്ലാം മാർക്ക് 1 മുന്നിൽ നിൽക്കുന്നതാണ് മാർക്ക് 1A. LCA തേജസ് മാർക്ക് 2 എന്ന യുദ്ധവിമാനം HAL ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. മീഡിയം വെയ്റ്റ് ഫൈറ്റർ വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ മാർക്ക് 1 വിമാനങ്ങളെ അപേക്ഷിച്ച് വലുപ്പത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ വലിയ മാറ്റങ്ങളാണുള്ളത്. ഇന്ത്യയുടെ തന്ത്രപ്രധാനവും സങ്കീർണവുമായ അതിർത്തി മേഖലകളിൽ എയർ പോലീസിംഗ്, അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ക്വിക്ക് റിയാക്ഷൻ അലർട്ട് ചുമതലകൾ, നിരീക്ഷണ പറക്കലുകൾ എന്നിവയ്ക്കായി തേജസിനെ വ്യോമസേന തങ്ങളുടെ വിശ്വസ്ത പങ്കാളിയായി പരിഗണിക്കുന്നുണ്ട്. പടിഞ്ഞാറൻ അതിർത്തിയിലെ വ്യോമാതിർത്തി കൃത്യമായി നിരീക്ഷിക്കുന്നതും അടിയന്തര സാഹചര്യമുണ്ടായാൽ നിമിഷങ്ങൾക്കകം വിമാനങ്ങൾ അടിയന്തരമായി പറന്നുയരുന്നതും ഇന്ത്യൻ വ്യോമസേനയുടെ പതിവ് പ്രതിരോധ നടപടികളുടെ ഭാഗം മാത്രമാണ്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ വ്യോമാതിർത്തി പ്രതിരോധിക്കുന്നതിൽ തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ കൈവരിച്ച വലിയ മുന്നേറ്റവും പ്രാധാന്യവും ഈ നീക്കങ്ങളിലൂടെ വ്യക്തമാകുന്നുണ്ട്. പാക് അതിർത്തിക്ക് സമീപം തേജസ് പറന്നതിന്റെ ട്രാക്കിംഗ് വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും ഈ ദൗത്യത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാൻ വ്യോമസേന തയ്യാറായിട്ടില്ല. എല്ലാ തന്ത്രപ്രധാന സൈനിക നീക്കങ്ങളിലും എന്ന പോലെ ഈ ദൗത്യത്തിന്റെ കൃത്യമായ ലക്ഷ്യവും സൈന്യത്തിന്റെ രഹസ്യരേഖകളിൽ തന്നെയാണ്.